ഈ ചിത്രത്തിന് നമ്മൾ വിളിക്കുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ആ മോളിൽ കാണുന്ന പേരാണ് ദ പെയിൽ ബ്ലൂ ഡോട്ട്. വോയേജർ 1 എന്ന് പറയുന്ന ഔട്ടർ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാനായി നമ്മൾ അയച്ച ബഹിരാകാശ പേടകത്തിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. ഈ ഫോട്ടോയിൽ ഭൂമിക്ക് ഒരു പിക്സലിൻ്റെ വലിപ്പം പോലും ഇല്ല. അതിനെക്കുറിച്ച് കാൾ സൈഗൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. ഇതിന് സയൻറ്റിഫിക് വാല്യൂ ഇല്ല. പക്ഷേ ഈ സയൻറ്റിഫിക് വാല്യൂസിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഇൻസൈറ്റ് ആ ചിത്രത്തിലുണ്ട്. അതവിടെ എഴുതിയിട്ടുണ്ട്, ഞാനൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. ലുക്ക് അഗെയിൻ അറ്റ് ദാറ്റ് ഡോട്ട്. ആ ബിന്ദുവിലേക്ക് ഒരിക്കൽ കൂടി നോക്കുക. ദാറ്റ്സ് ഹിയർ, അതവിടെ ഉണ്ട്. ദാറ്റ്സ് ഹോം, അത് നമ്മുടെ വീടാണ്. ദാറ്റ്സ് അസ്, അത് നമ്മളാണ്. ഓൺ ഇറ്റ് എവ്രി വൺ യു ലവ്, എവ്രി വൺ യു നോ, എവ്രി വൺ യു എവർ ഹേർഡ് ഓഫ്, എവറി ഹ്യൂമൻ ബീയിങ് ഹു എവർ വാസ് ലിവ്ഡ് ഔട്ട് ദെയർ ലൈഫ്സ്. ഇന്നുള്ള എല്ലാവരും, ഒരിക്കലുണ്ടായിരുന്ന എല്ലാവരും, നിങ്ങൾക്കറിയാവുന്ന എല്ലാവരും, നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാവരും, ഈ പറയുന്ന സകല എല്ലാവരും അവരുടെ ജീവിതം ഈ കുത്തിലാണ് ജീവിച്ചത്. ദ അഗ്രിഗേറ്റ് ഓഫ് അവർ ജോയ് ആൻഡ് സഫറിങ്, നമ്മുടെ സന്തോഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ കൂമ്പാര അതിനകത്താണ്. ഓക്കെ, തൗസൻഡ്സ് ഓഫ് കോൺഫിഡൻറ്റ് റിലീജിയൻസ്, കെട്ടുറപ്പുള്ള, വളരെ ആത്മവിശ്വാസമുള്ള, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ആയിരക്കണക്കിന് മതങ്ങൾ ആ കുത്തിലാണ് ജീവിച്ചത്. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, എല്ലാ സാമ്പത്തിക പ്രമാണങ്ങളും, എല്ലാ വേട്ടക്കാരും, എല്ലാ കൊള്ളക്കാരും, എല്ലാ സൂപ്പർ സ്റ്റാർമാരും, എല്ലാ ഭീരുക്കളും, എല്ലാ ധീരന്മാരും, എല്ലാ സംസ്കാര സംരക്ഷകരും, എല്ലാ സംസ്കാര ഭഞ്ജകരും, എല്ലാ പ്രണയ ജോഡികളും, എല്ലാ അമ്മമാരും അച്ഛന്മാരും മക്കളും എന്ന് വേണ്ട എല്ലാ കറപ്റ്റ് പൊളിറ്റീഷ്യൻസും, അഴിമതിക്കാരായ എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ ടീച്ചർമാരും, എല്ലാ ആത്മീയ ഗുരുക്കന്മാരും എല്ലാം ആ സൂര്യപ്രകാശത്തിൽ പൊന്തിക്കിടക്കുന്ന ആ കുത്തിലാണ്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരുടെയും ചിന്തയ്ക്ക് വിടുന്നു. നമ്മൾ ഭൂമി എന്ന് വിളിക്കുന്ന, നമ്മൾ ഈ പരാക്രമം മുഴുവൻ കാണിക്കുന്ന, നമ്മൾ കെട്ടിപ്പൊക്കി പ്രപഞ്ചത്തിൻ്റെ നടുക്കാണ് എന്ന മട്ടിൽ സംസാരിക്കുന്ന ഈ ബിന്ദു ആ ബിന്ദുവാണ്. ആ ബിന്ദുവിനെ കുറിച്ച് ഒരു ചിത്രം ഉണ്ടാക്കാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ.